പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എന്താണോ പറഞ്ഞത് അത് അക്ഷരം പ്രതി പ്രാവർത്തികമാക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം അതിന് മുമ്പ് പറയട്ടെ, നമ്മൾ സ്ഥിരമായി ചില വസ്തുതാപരമായ പിശക് ഒന്നുകിൽ അറിവില്ലാത്തതുകൊണ്ട് വിജയൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, അല്ലെങ്കിൽ തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിൽ, അതായത് കർണാടകയിൽ ഇവർ പറയുന്നുണ്ട് ഇത് ഇങ്ങനെ PMC നടപ്പിലാക്കി MOU ഒപ്പിട്ട് എന്നാണ് വിജയനെ കർണാടകയിൽ ഒപ്പിട്ടെന്നറിയോ? അജിംസിനറിയോ? 2022 2022 കർണാടക ഭരിക്കുന്നത് BJP ആണ്. 2023 തുടക്കത്തിലാണ് അവിടുത്തെ സ്കൂളുകൾ ലിസ്റ്റ് ചെയ്യുന്നത്. ആ 2023 മെയ് 20 സിദ്ധാരാമയ്യ മുഖ്യമന്ത്രി അധികാരമേൽക്കുന്നത്. നിങ്ങൾ CPM എന്ത് പറയുമ്പോൾ അജിംസ ശ്രദ്ധിക്കണം. അച്ഛൻ മരിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ അച്ഛൻ മരിച്ച വാർത്ത കേട്ട് ഓടും ഇവരാരെ വീട്ടിൽ. പക്ഷേ കുറെ കഴിഞ്ഞിട്ട് എന്റെ അച്ഛനല്ല വേറെ ആരുടെ അച്ഛനാണ്. അതേപോലെയാണ് ഇവരുടെ പരിപാടി. അതായത് ഇവർ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പദങ്ങൾ പ്രയോഗിക്കും. കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മളും വിചാരിക്കും സലീം കുമാറിന്റെ സിനിമ പറയണ്ടല്ലോ അവിടെ ബിരിയാണി കൊടുക്കുന്നുണ്ട്. പറയട്ടെ ഇവർ പറഞ്ഞ ഒരു കാര്യം, ആ ബിരിയാണി കൊടുക്കുന്നുണ്ട് നമുക്ക് തോന്നിപ്പോ. അതേപോലെയാണ് ഞാൻ പറയുന്നതിന് ഞാൻ ഉത്തരവാദിയുള്ള ഞാൻ ഒരു മിനിറ്റ് പറയാൻ ശ്രമിക്കും പ്ലീസ്. അതുപോലെ ഇവര് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന ഒരു ചർച്ചയുണ്ട്. അത് കേട്ടാൽ വിചാരിക്കും PMC നടപ്പിലാക്കാൻ വേണ്ടി ശ്രീ VD സതീശനും മറ്റും തീരുമാനിച്ചു. അങ്ങനെയല്ല, കൃത്യമാണ്. ഇത് പഠിച്ച ശേഷം അന്ന് ശ്രീ VD സതീശനും അന്ന് ശ്രീ P കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ കാണിച്ചു, 2 തവണ കാണിച്ചു. അത് അക്ഷരം പ്രതി അതേപോലെ RSSന്റെ ഒരു കാവ്യവൽക്കരണവും കേരളത്തിന്റെ വിദ്യാഭ്യാസ രംഗത്ത് നടപ്പിലാക്കാൻ അനുവദിക്കില്ല. അത് നിങ്ങൾക്ക് സംശയം വേണ്ട. നിങ്ങളും നമ്മളൊക്കെ ഇവിടെ ഉണ്ടാവുമല്ലോ, നിങ്ങൾ പരിശോധിക്ക്.